കേട്ടറ്റ് സൈക്കോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുതിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു ടോപ്പിക്കാണ് ഇൻ്റലിജൻറ്റ് കോയിഷ്യൻ്റ് അല്ലെങ്കിൽ ബുദ്ധിമാപനം എങ്ങനെ കണക്കാക്കാം, അല്ലെങ്കിൽ ആ ബുദ്ധിമാപനം നമ്മൾ കണ്ട സ്കോർ വെച്ചിട്ട് കുട്ടി ഏത് ബുദ്ധി വിഭാഗത്തിൽപ്പെടുന്നു, ആവറേജ് ആണോ അല്ലെങ്കിൽ എബോ ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, സുപ്പീരിയർ ആണോ, അല്ലെങ്കിൽ മന്ദബുദ്ധിയാണോ, മൂഢബുദ്ധിയാണോ, ജഡബുദ്ധിയാണോ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേത് കാറ്റഗറി ആണെന്ന് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ ഫോർമുല വെച്ച് പഠിക്കും. കൂടാതെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളൊരു കാര്യമാണ്, ബുദ്ധി പരീക്ഷയുടെ ചോദ്യം വരുമ്പോൾ അതിൽ ബിനെ ആണോ, സ്റ്റേൺ ആണോ, അല്ലെങ്കിൽ ഗാൾട്ടൺ ആണോ, ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC കേട്ടറ്റ് പരീക്ഷകൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് തരുന്ന അവരുടെ ഉത്തരം, അതായത് അവർക്കൊരു ഉത്തരം ഉണ്ടല്ലോ, അവർ തരുന്ന ഉത്തരം, ആ ഉത്തരം ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യവും ഉത്തരവും നിങ്ങൾ അതുപോലെ പഠിച്ചോളൂ. ഇത് തന്നെയാണ് കേട്ടറ്റിൻ്റെയും PSCയുടെയും സൈക്കോളജി ചോദ്യങ്ങളെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താവേണ്ട ആവശ്യമില്ല, ആശയക്കുഴപ്പമുണ്ടാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഗണിതക്രിയകൾ അവസാനം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗണിതക്രിയ എന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ക്രിയകളല്ല, ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ടെസ്റ്റ് സ്കോർ കണ്ടെത്തുന്ന അത്രയേ ഉള്ളൂ. ആ സ്കോർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഏത് കാറ്റഗറി വരുന്നു എന്ന് കാണുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നോക്കിക്കൊള്ളുക. ബുദ്ധിമാപനം, മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബുദ്ധി പരീക്ഷകളുടെ പിതാവ്, ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് ചോദിക്കും. അത് ആൽഫ്രഡ് ബിനെയാണ്. നിങ്ങൾക്ക് ഒരുപാട് പേര് അവിടെ നിന്നും അല്ലെങ്കിൽ പല ടെക്സ്റ്റിലും ഉണ്ട്, അത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ബിനെയാണ്. അപ്പോൾ ബിനെ അങ്ങനെ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗാൾട്ടൺ ആണെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്നും ആലോചിച്ച് കൺഫ്യൂസ് ആവേണ്ട. ഇത് തന്നെയാണ് നമ്മുടെ പരീക്ഷകളുടെ PSC പരീക്ഷകളുടെയും കേട്ടറ്റ് സെക്ഷനിൽ, അതായത് HSA, LP, UP, കേട്ടറ്റിൽ വരുന്ന സൈക്കോളജി സെക്ഷൻസിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ ആവശ്യമില്ല, ഇനി കൺഫ്യൂസായി പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് PSC മുൻപ് ചോദിച്ച ഒരു ചോദ്യം ഞാൻ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇതിൻ്റെ തന്നെ ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെ പഠിക്കുക. ബുദ്ധിമാപനം, മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് പറയുന്നത് പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെ. അതിലിനി സംശയം വരാൻ സാധ്യതയില്ല. അവിടെ നമ്മളിനി ഒരു പോയിൻ്റ് കൂടി കൃത്യമായിട്ട് പഠിച്ചേക്കണം. ആദ്യത്തെ ബുദ്ധി പരീക്ഷയുടെ പേര് ചോദിക്കും. അത് ഈ ആൽഫ്രഡ് ബിനെയും തിയോഡർ സൈമൺ എന്ന് പറയുന്ന ഒരു ശിശുരോഗ വിദഗ്ധനായ വ്യക്തിയും കൂടി ചേർന്നാണ് ആദ്യത്തെ ഒരു ബുദ്ധിശോധകം, ഇൻ്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കിയത്. ഇതിനെയാണ് ബിനെറ്റ് സൈമൺ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ആദ്യത്തെ ഇൻ്റലിജൻ്റ് ടെസ്റ്റിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഓപ്ഷനിൽ ബിനെറ്റ് സൈമൺ സ്കെയിലും കാണും. ഉത്തരം ഏതാണ്? ബിനെറ്റ് സൈമൺ സ്കെയിൽ. അപ്പോൾ ബുദ്ധി പരീക്ഷകളുടെ പിതാവ്, ഫാദർ ഓഫ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനെയാണ്. ആൽഫ്രഡ് ബിനെയും ശിശുരോഗ വിദഗ്ധനായ തിയോഡർ സൈമണുമായി ചേർന്ന് ആദ്യത്തെ ബുദ്ധിശോധകം, ഇൻ്റലിജൻസ് ടെസ്റ്റ് തയ്യാറാക്കി. അതിൻ്റെ പേരെന്ന് പറയുന്നത് ബിനെറ്റ് സൈമൺ സ്കെയിൽ. ഇത് രണ്ടും ഓക്കെ ആണല്ലോ, അത്രയും മതി. ഇനിയാണ് നമ്മൾ നേരെ ഏതിലോട്ട് പോകുന്നത്, നമ്മുടെ ഇക്വേഷനിലോട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷനിൽ കാണാം IQ = MA/CA എന്ന് കാണും. IQ എന്ന് പറയുന്നത് ഇപ്പോഴേ പഠിക്കുക, അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ, ഇൻ്റലിജൻറ്റ് കോയിഷ്യൻ്റ് എന്ന് പഠിക്കുക. IQ എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് കോയിഷ്യൻ്റ് = MA/CA. ഈ MAയും CAയും നിങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിച്ചിരിക്കണം. MA എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ആണ്. MA എന്ന് പറയുന്നത് മെൻ്റൽ ഏജ്, മലയാളത്തിൽ മാനസിക വയസ്സ്. CA എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ ഏജ്, അതായത് കാലിക വയസ്സ്. കാലിക വയസ്സെന്ന് പറയുന്നത് നമ്മുടെ പ്രായമില്ലേ, വയസ്സ് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് നമ്മുടെ കാലിക വയസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൻ്റൽ ഏജ് എന്താണ്? ഈ മെൻ്റൽ ഏജ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ഓരോ പ്രായഘട്ടത്തിലും ഓരോ ടെസ്റ്റുകളുണ്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് വിജയിക്കുന്നതനുസരിച്ചാണ് നമുക്ക് സ്കോർ ഇടുന്നത്. ആ സ്കോറിനെയാണ് എന്തെന്ന് പറയുന്നത്, മെൻ്റൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജ്, കാലിക വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായം, എത്ര വയസ്സാണോ അതാണ്. ഇതിനടുത്ത് മാനസിക വയസ്സെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മനഃശാസ്ത്ര ടെസ്റ്റുകളുടെ സ്കോറാണ് നമുക്ക് തരുന്ന പരീക്ഷയുടെ സ്കോറിനെയാണ് എന്തായിട്ട് എടുക്കുന്നത്, മാനസിക വയസ്സ്, മെൻ്റൽ ഏജ് × 100. അതിനെ ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. ഇക്വേഷൻസ് ഇപ്പോഴേ എഴുതി പഠിച്ചോളൂ. ഇൻ്റലിജൻറ്റ് കോയിഷ്യൻ്റ് IQ = MA/CA × 100, അതായത് മാനസിക വയസ്സ് ഹരണം കാലിക വയസ്സ് ഗുണനം 100. അതിലിനി സംശയം വരാൻ സാധ്യതയില്ല. നമുക്ക് ആദ്യമേ ഇനി പ്രോബ്ലത്തിൽ നിന്ന് തന്നെ പോവാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്.
12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 15 ആണെങ്കിൽ ബുദ്ധിമാപനം കണക്കാക്കുക. അപ്പോൾ ചെയ്യാൻ അറിയാമെന്നുള്ളവരെന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് പോസ് അടിച്ചിട്ട് നിങ്ങളൊരു പേപ്പർ എടുത്ത് ചെയ്യുക, എന്നിട്ട് അപ്പുറത്തോട്ട് വരിക. ഇത് തന്നെയാണോ നിങ്ങളുടെ ഉത്തരമെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി ഉത്തരത്തിലോട്ട് പോകാം. അപ്പുറത്തെ പേജിലോട്ട് നോക്കുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനൊരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് എന്തെഴുതണം, കാലിക വയസ്സും മാനസിക വയസ്സും എടുത്തെഴുതണം. ഇവിടെ മാനസിക വയസ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലേ, 15 അതായത് മെൻ്റൽ ഏജ് 15. അടുത്ത 12 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അവിടെ കുട്ടിയുടെ കാലിക വയസ്സ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് 12. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഇക്വേഷനിലോട്ട് ഈ തന്നിട്ടുള്ള വയസ്സുകളെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും, 15 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 100 ചെയ്ത് വരുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. അതായത് കുട്ടിയുടെ ഇൻ്റലിജൻറ്റ് കോയിഷ്യൻ്റ് ബുദ്ധിമാപനം എന്ന് പറയുന്നത് എന്താണ്, 125 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നമ്മൾ ഈ ഇൻ്റലിജൻറ്റ് കോയിഷ്യൻ്റ് കണ്ടെത്തിയ ഈ മാർക്ക് വെച്ച്, ഈ 125 എന്ന് പറയുന്ന ഒരു മാർക്ക് വെച്ചിട്ട് കുട്ടി ഏത് ബുദ്ധി നിലവാരത്തിൽ വരുന്നു എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. പ്രതിഭാശാലിയാണോ, ശ്രേഷ്ഠ ബുദ്ധിയാണോ, മന്ദബുദ്ധിയാണോ, ശരാശരിയാണോ, ജഡബുദ്ധിയാണോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോൾ ചോദ്യം വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാനിത് ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വരാം. അങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ ഇൻ്റലിജൻറ്റ് കോയിഷ്യൻ്റ് കണ്ട് ഒരു മാർക്ക് സ്കോർ കണ്ടെത്തിയതിന് ശേഷം ആ സ്കോർ വെച്ച് കുട്ടിയുടെ ബുദ്ധി നിലവാരം അളക്കാൻ, ദാറ്റ് മീൻസ് ഏത് പ്രതിഭാശാലി ജീനിയസ് ആണോ, ശരാശരി ആവറേജ് ആണോ, മന്ദബുദ്ധി ഡള്ളാണോ, മൂഢബുദ്ധി മോറോൺ ആണോ, ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അറിയേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വർഗീകരണം നമ്മൾ പഠിച്ചേ പറ്റൂ. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്നായാലും നിങ്ങൾക്കിതെന്താണ്, മാർക്ക് തന്നെയാണ്. കാരണം അടുത്ത HSC ആയാലും HSC എഴുതുന്നവർ കാണും, അടുത്ത LPUP അല്ലെങ്കിൽ അടുത്ത CTET അല്ലെങ്കിൽ ഇതിൽ സെറ്റ് എഴുതുന്നവർ കാണും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇതെന്താണ്, അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ആ വർഗീകരണത്തിൻ്റെ ടേബിൾ ചാർട്ട് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. IQ 140 മുതൽ, അതായത് 140 മുകളിലോട്ടാണെങ്കിൽ ആ കുട്ടി എന്ന് പറയുന്നത് പ്രതിഭാശാലി ജീനിയസ് ആയിരിക്കും. IQ 120 139 ഇടയിലാണെങ്കിൽ അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ. അടുത്ത IQ 110 119 ഇടയ്ക്കാണ് എങ്കിൽ ബുദ്ധിമാൻ, സുപ്പീരിയർ ആയിരിക്കും. അടുത്ത 90 109 ഇടയ്ക്കാണെങ്കിൽ ശരാശരിക്കാരനാണ്, ആവറേജ് ആയിരിക്കും. ഞാനത് ഇന്നലെ നിങ്ങൾക്ക് ഏതോ ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത IQ 80 89 ഇടയിലാണെങ്കിൽ അവൻ ബുദ്ധി കുറഞ്ഞവൻ, ഡള്ളാണ്. അടുത്ത 70 77 എന്ന് പറയുന്നത് അതിർരേഖയിലുള്ളവനാണ്, ബോർഡർ ലൈൻ. അടുത്ത 70 താഴെയാണ് മന്ദബുദ്ധി, ഫീബിൾ മൈൻഡഡ്. നമ്മൾ മെൻ്റലി റിട്ടാർഡെന്നൊക്കെ പറയുന്നത് കൂടുതലും 70 താഴെയാണ്. തീർന്നില്ല, ഒന്നുകൊണ്ട് നോക്കിക്കോ. 70 താഴെ തന്നെ, അതായത് ഈ മന്ദബുദ്ധികളെ തന്നെ വീണ്ടും നമ്മൾ എന്തായിട്ട് 3 തരംതിരിക്കുന്നുണ്ട്. അതിൽ 50 69 വരെ മോറോൺസ് എന്ന് പറയുന്നു. മോറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഢബുദ്ധി. അടുത്ത് 25 മുതൽ 49 വരെയുള്ളവരെ നമ്മൾ ഇംബസിൽ എന്ന് പറയുന്നു, ക്ഷീണബുദ്ധി. അടുത്ത് 25 താഴെയുള്ളവരെ ഇഡിയറ്റ്സ്, ജഡബുദ്ധി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളിതെന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടിട്ട് എഴുതിയെടുക്കുകയോ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറക്റ്റുള്ള പോയിൻറ്റ്സാണ്. ഇത് നിങ്ങൾക്ക് എന്നും ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ പ്രതിഭാശാലി, അതിബുദ്ധിമാൻ, ബുദ്ധിമാൻ, ശരാശരിക്കാരൻ, ബുദ്ധി കുറഞ്ഞവൻ, അതിർരേഖയിലുള്ളവൻ, മന്ദബുദ്ധി. മന്ദബുദ്ധിയെ തന്നെ വീണ്ടും 3 തിരിക്കുന്നു, മൂഢബുദ്ധി, ക്ഷീണബുദ്ധി, ജഡബുദ്ധി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ കിട്ടുന്ന സ്കോർ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ IQ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പോയിന്റ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 125 കിട്ടി, അല്ലെങ്കിൽ ഇനി ചെയ്യുമ്പോൾ 127 കിട്ടാം, അല്ലെങ്കിൽ 100 കിട്ടാം. ഇങ്ങനെ തന്നെ പോകണം, കറക്റ്റ് നമ്പേഴ്സായിട്ട് പോകണമെന്നില്ല, ഡെസിമൽസും വരാം, അതായത് ദശാംശ സംഖ്യയിലും വരാം. ഇപ്പോൾ 122.5, 133.5 അല്ലെങ്കിൽ 130.3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. അത് ഇതിനിടയ്ക്ക് എവിടെയാണ് വരുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ സെറ്റായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുത്തിട്ട് ഞാനിപ്പോൾ അടുത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്. പ്രോബ്ലം നോക്കി നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുക. അറിയാം, ഏകദേശം മനസ്സിലായൊരു ഇത് പോസ് അടിച്ചിട്ട് ചോദ്യം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം ചെയ്തിട്ട് അടുത്ത പേജിലോട്ട് വന്നാൽ മതി. ശരിയാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്തൊരു കൂടെ വന്നോളൂ.
പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് എബിലിറ്റി ആവും. അതുകൊണ്ടാണ്. ചോദ്യം ഇതാണ്: 9 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 12 എങ്കിൽ കുട്ടിയുടെ ബുദ്ധി നിലവാരം എത്രയാണ്? അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുള്ളതുപോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും, അതായത് മാനസിക വയസ്സും കാലിക വയസ്സും എടുത്തെഴുതുക. മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് മാനസിക വയസ്സ് 12, ക്രോണോളജിക്കൽ ഏജ് കാലിക വയസ്സ് 9. ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നു. MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100, അതായത് 12/9 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 133.3. ഞാൻ നേരത്തെ പറഞ്ഞു ദശാംശ രൂപത്തിൽ ആയിരിക്കും മിക്ക പ്രോബ്ലംസും വരുന്നത്. അത് കാര്യമല്ല, എന്ത് ചെയ്താൽ മതി, ഏതിനിടയിൽ വരുന്നു എന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ 133.3 നമ്മുടെ നേരത്തെ ചാർട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുന്നു. അത് വരുന്നത് 120-നും 130-നും ഇടയിലാണ്. അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബുദ്ധി നിലവാരം കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളതിന് ആ ടേബിൾ ചാർട്ട് നിങ്ങൾ എഴുതിയെടുത്ത് വിശദമായിട്ട് പഠിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മാനസിക വയസ്സ് എന്താണ്, കാലിക വയസ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ടേബിളും. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി തരും. ആ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ചെയ്തിട്ട് ഉത്തരം, നിങ്ങളുടെ ഉത്തരം ഏത് കാറ്റഗറിയാണ് എന്ന് എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഉത്തരം നിങ്ങളിത് കാണുന്നുള്ളവർ, മനസ്സിലാകുന്നുള്ളവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്തിട്ട് പോകാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി എനിക്കുണ്ടാവും. അപ്പം ആ ചോദ്യം എന്താണ് എന്ന് ഞാൻ തരാം. ആ ചോദ്യം ഇതാണ്: 14 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 15 എങ്കിൽ കുട്ടിയുടെ ബുദ്ധി നിലവാരം എത്ര? അതായത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് തീർന്നില്ലാരും പോകണ്ട, ഇനി അടുത്ത സെക്ഷനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇന്ത്യയിലെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെയും ചോദ്യം തന്നിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടുപിടിച്ച മാനസിക വയസ്സും കാലിക വയസ്സും ഉണ്ടല്ലോ. ഈ മാനസിക വയസ്സ്, മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കാലിക വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് നമ്മുടെ പ്രായത്തെക്കാളും നമ്മുടെ മാനസിക വയസ്സ്, നമ്മുടെ ബുദ്ധി നിലവാരം കൂടുതലാണെങ്കിൽ, ബുദ്ധി നിലവാരമല്ല നമ്മുടെ മാനസിക വയസ്സ് കൂടുതലാണെങ്കിൽ എപ്പോഴും ബുദ്ധിശക്തി ഉയർന്നതായിരിക്കും. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രായം, അതായത് കാലിക വയസ്സിനേക്കാളും വലുതാണ് നമ്മുടെ മാനസിക വയസ്സ് എങ്കിൽ ബുദ്ധി നിലവാരം കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ഇനി തിരിച്ച് ഓപ്പോസിറ്റ് ഒന്നുകൂടി പറയാം. കാലിക വയസ്സിനേക്കാൾ താഴെയാണ് മാനസിക വയസ്സ് എങ്കിൽ ബുദ്ധിശക്തി വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഇത് സെറ്റാണല്ലോ. ഇനി നമുക്ക് കുറച്ചൊന്ന് 2 പോയിൻറ്റ്സ് കൂടി നോക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്ത് CAVD എന്ന ബുദ്ധിശോധകം വികസിപ്പിച്ചത് ചോദിച്ചിട്ടുണ്ട്. തൊണ്ടയ്ക്കാണ്. CAVD എന്ന ബുദ്ധിശോധകം വികസിപ്പിച്ചത് തൊണ്ടയ്ക്ക്. ഈ CAVD എന്ന് പറയുന്ന ഓരോ അക്ഷരത്തിനും ഓരോ എക്സ്പ്ലനേഷൻസ് പോലെ, അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തൊണ്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ C എന്ന് പറയുന്നത് കംപ്ലീഷൻ ഓഫ് സെൻറ്റൻസ്, A എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ റീസണിങ്, V എന്ന് പറയുന്നത് വൊക്കാബുലറി, D എന്ന് പറയുന്നത് ഡയറക്ഷൻ, ഫോളോയിങ് ഡയറക്ഷൻസ്. അതിലധികം അങ്ങനെ അത് ചോദിക്കത്തില്ല. പക്ഷേ ഈ CAVD എന്ന് പറയുന്ന തൊണ്ടയ്ക്കിൻ്റെ കാര്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. CAVD തൊണ്ടയ്ക്ക് എന്ന് പഠിക്കുക. തൊണ്ടയ്ക്ക്, CAVD തൊണ്ടയ്ക്ക് എന്ന് പഠിക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് ഡോക്ടർ CH റൈസ്. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് ഡോക്ടർ CH റൈസ്. ഓപ്ഷൻ കാണുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ കൂടുതലും കഴിക്കുന്നത് അരി ആഹാരമാണ്, അല്ലേ? റൈസാണ്. അപ്പോൾ അരി ആഹാരം കഴിച്ച് നമുക്ക് ബുദ്ധി കൂടി എന്നെങ്കിൽ ആലോചിക്കുക. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യക്കാർ അരി ആഹാരം കഴിച്ചാണ് ബുദ്ധി കൂടിയത് എന്ന് പഠിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് ഡോക്ടർ CH റൈസ്. ഇനി അങ്ങനെ ഈ CH റൈസ് കൊണ്ടുവന്ന ബുദ്ധിമാപിനി, ഇന്ത്യയിൽ കൊണ്ടുവന്ന ബുദ്ധിമാപിനി ഏതാണ് എന്നും ചിലപ്പോൾ ചോദിക്കാം. അത് ഹിന്ദുസ്ഥാൻ ബിനെറ്റ് പെർഫോമൻസ് സ്കെയിൽ എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ഹിന്ദുസ്ഥാൻ ബിനെറ്റ് പെർഫോമൻസ് സ്കെയിൽ. അതാണ് ആര് കൊണ്ടുവന്നത്? ഡോക്ടർ CH റൈസ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് ഡോക്ടർ CH റൈസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിവാപിനിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹിന്ദുസ്ഥാൻ ബിനെറ്റ് പെർഫോമൻസ് സ്കെയിൽ. അപ്പോൾ CAVD ആണെങ്കിൽ തൊണ്ടയ്ക്ക്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുദ്ധിമാപനം ഡോക്ടർ CH റൈസ്, പിന്നെ ആദ്യമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന മാപിനിയുടെ പേര് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ ബിനെറ്റ് പെർഫോമൻസ്. ഇനി
ലോകത്തിലെ ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ അതേതാണ്, അത് ബിനെറ്റ് സൈമൺ സ്കെയിലാണ്. മറക്കില്ലല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞതുപോലെ 2 ചോദ്യം, അതായത് നമ്മുടെ PSCയുടെയും സൈക്കോളജിയുടെയും ഇതുമായി ബന്ധപ്പെട്ട കേട്ടറ്റിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട 2 ചോദ്യം. അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് എ ലൂയി ടെർമൻ, ബി ഹെൻറി ഗൊണാൾഡ്, സി ആൽഫ്രഡ് ബിനെ, ഡി ഗാൾട്ടൺ. ഇതിലും ഗാൾട്ടൺ ഉണ്ട്, ആൽഫ്രഡ് ബിനെ ഉണ്ട്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആൽഫ്രഡ് ബിനെ. ഉത്തരം സി, ആൽഫ്രഡ് ബിനെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ ഇതിൽ തന്നിട്ടുള്ളത് കറക്റ്റ് PSCയുടെയും കേട്ടറ്റിൻ്റെയും സീടെറ്റിൻ്റെ ഒക്കെ ഉത്തരമാണ്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, ഇനി കൺഫ്യൂസ് ആകേണ്ട. അടുത്ത ചോദ്യം, കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം ഓപ്ഷൻ എ തുല്യമായിരിക്കും, ഓപ്ഷൻ ബി കൂടുന്നു, ഓപ്ഷൻ സി കുറയുന്നു, ഓപ്ഷൻ ഡി ഒരു വ്യത്യാസവും വന്നില്ല. ഞാനിത് നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ബുദ്ധിമാനം എന്ത് സംഭവിക്കും? കുറയുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, കുറയുന്നു. അപ്പോൾ ഈ പോയിൻ്റ് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യുക. നമ്മുടെ കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ബുദ്ധിമാനം കുറയും. നമ്മുടെ കാലിക വയസ്സ് ബുദ്ധിമാനത്തേക്കാൾ അല്ലെങ്കിൽ മാനസിക വയസ്സിനേക്കാൾ കുറവാണെങ്കിൽ ബുദ്ധിമാനം കൂടുതലുമായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും മതി. അപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉത്തരം ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ട് പോവുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത് നിങ്ങൾക്ക് ഡൗട്ട്സുകളുള്ള ടോപ്പിക്കുകൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.